ഞാൻ ഡിഗ്രി ബി എ അറബിക്കൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷെ അറബി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത് അറബി എനിക്കുള്ളതല്ല. പിന്നെ MBA കോച്ചിങ്ങിന് പോയി 6 മാസം. MBA അത് തീരെ ഒരു കണക്ഷനില്ലല്ലോ. ടൂറിസം മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് MBA പോയി. MBA 6 മാസം കോച്ചിങ് ഹൈദരാബാദ്. അങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോയി നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് കാര്യമില്ല. ഹായ്, ഞാൻ അലി അംജിദ്. ഞാൻ ഇൽഹാം. അപ്പോൾ തുടങ്ങാം, ഇവിടെ എത്തിയ മുതൽ തുടങ്ങാം. ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡിഗ്രി ബി എ അറബിക്കൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷെ അറബി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത് അറബി എനിക്കുള്ളതല്ല. പിന്നെ MBA കോച്ചിങ്ങിന് പോയി 6 മാസം. MBA അത് തീരെ ഒരു കണക്ഷനില്ലല്ലോ. ടൂറിസം മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് MBA പോയി. MBA 6 മാസം കോച്ചിങ് ഹൈദരാബാദ്. അങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോയി നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് കാര്യമില്ല. കാര്യമുണ്ട്, അതായത് MBA കിട്ടും, പക്ഷേ MBAക്ക് എക്സ്പീരിയൻസ് വേണം. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് കിട്ടാൻ പറ്റുന്ന പണി എന്തെങ്കിലും പണിയാണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഹാരിസ് ഖാൻ ആളുകളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹാരിസ് ഖാനെയും റിസ്വാനെയും, അങ്ങനെയാണ് ഹാരിസ് ഖാൻ അക്കാദമിനെ കാണുന്നത്. അങ്ങനെ നോമ്പിൻ്റെ ടൈമിലാണ് ജോയിൻ ചെയ്യുന്നത്. ഏത് ഹാരിസ് ഖാൻ കോളേജ് എടുത്തിട്ട്, കാരണം വെറുതെ ഇരിക്കുക 1 മാസം. ജനുവരി അല്ല, നോമ്പിൻ്റെ ടൈമിലാണ് എന്ത് ഫീസ് കൊടുക്കണത്, ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അഡ്മിഷൻ എടുക്കണേ. ജനുവരി മുതൽ വെറുതെ ഇരിക്കുക. ജനുവരി മുതൽ ഡൽഹിയിൽ 1 മാസം പോയി വെറുതെ ഇരുന്ന്, ഹൈദരാബാദ് 1 മാസം വെറുതെ ഇരുന്ന്, എന്നിട്ട് പിന്നെ വെറുതെ നേരം പെരേക്ക് വന്നപ്പോൾ വാപ്പാക്കും മകം തുടങ്ങി. അങ്ങനെ ഏപ്രിൽ 20 ഇവിടെ എത്തി. ഞാൻ എന്താ പറയും, എങ്ങനെ തുടങ്ങി, എങ്ങനെ എത്തി? ഡിഗ്രി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസമാണ് എടുത്തത് മെയിൻ ആവണം. ടി വിയിലൊക്കെ വരണം, ന്യൂസ് റീഡിങ്, റിപ്പോർട്ടിങ്, അതൊക്കെയാണ് ഒരു അതെ ബിഗ് സ്ക്രീനാണ് എൻ്റെ ലക്ഷ്യം. എടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ല, സെക്കൻഡ് ഇയർ കുഴപ്പമില്ല, തേർഡ് ഇയറും കുഴപ്പമില്ല, ഡിഗ്രി അങ്ങനെ കഴിഞ്ഞു കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ ഞങ്ങോട്ട് എത്തിയില്ല, ആഗ്രഹിച്ച പോലൊന്നും ആയില്ല. അപ്പോൾ ഞാൻ ഏവിയേഷൻ നോക്കി. വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ആ ഡ്രീം പാതി വഴി ഉപേക്ഷിച്ച്. പിന്നെ MSW ഞാൻ അപ്ലൈ ചെയ്തിട്ട് 2-3 കോളേജ് യൂണിവേഴ്സിറ്റിന്നൊക്കെ എനിക്ക് കോള് വന്ന്, പക്ഷെ വീട്ടുകാർക്ക് അതിനും ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ മൂഡ് പോയി. പിന്നെ അങ്ങനെ ഇങ്ങനെ ഇരുന്ന ടൈമിലാണ് പിന്നെ സഫ്വാൻ നമ്മളെ എൻ്റെ കോളേജിലും എൻ്റെ ജൂനിയർ ആയിരുന്നു. ഞാൻ ഓൻ്റെ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ കാണാറുണ്ടായിരുന്നു ഇവിടെ ഹാരിസ് ആൻഡ് കോൻ്റെ ഇതൊക്കെ. പക്ഷെ ഞാൻ അവനോട് അതിനെ പറ്റിയൊന്നും ചോദിച്ചില്ല. ഞാൻ രണ്ടാളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളുടെ ഞാൻ ഇങ്ങനെ ഹാരിസ് ആൻഡ് കോനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആള് കുഴപ്പമില്ല, സഫാനൊക്കെ അവിടെ പഠിച്ച് ജോബിന് കയറിയല്ലോ, കുഴപ്പമൊന്നിട്ട് അടിപൊളിയാണ്. പിന്നെ ഹാരിസ് ആൻഡ് കോല് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞ് സെറ്റാക്കി ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട്? ടോപ്പല്ലേ ഫസ്റ്റ് ദിവസം ഓറിയന്റേഷൻ. റിസ്വാൻ അന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിപ്പോഴും എപ്പോഴും മനസ്സിലുള്ള സാധനം. അതായത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഓറിയന്റേഷൻ. പിന്നെ എങ്ങനെ പറയും, പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ഹാരിസ് ആൻഡ് കോ എങ്ങനെ ഉണ്ടായിരുന്നു? ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇന്റേണായിട്ട് കയറുന്നവരെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഹാരിസ് ആൻഡ് കോന് വന്നത്. കാരണം ഇനിയിപ്പോൾ എടുത്ത തീരുമാനം തെറ്റിപ്പോവോ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടി പാളിപ്പോയി കെട്ടിച്ചു വിടുമോ അങ്ങനെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തി, ക്ലാസ്സൊക്കെ ആയി, ഇൻട്രസ്റ്റിംഗ് ആയി. ഇനി എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഹാരിസ് ഖാനാതിരി പേഴ്സണൽ ബ്രാൻഡ് അത് നല്ലൊരു സ്കീമായിരുന്നു. ഒരുവിധമൊക്കെ റെഡിയാക്കി. ഞാൻ റെഡിയാക്കി. എൻ്റെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. മീൻസ് വന്ന ടൈം മുതൽ ലൈക്ക് നമുക്കൊരു മെൻറ്റേഴ്സിനോടുള്ള ആക്സസ് ആണെങ്കിലും ഇവിടുത്തെ മൊത്തത്തിലുള്ള കൾച്ചർ ആണെങ്കിലും ഒരു താങ്ക് യു എല്ലാവരോടും അപ്രിഷ്യേറ്റ് ചെയ്യുക. എല്ലാവരെയും നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും തുടക്കം മുതലേ നമുക്കിപ്പോൾ ക്ലൈൻറ്റിൻ്റെ ആവശ്യം വന്നാലും നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും എല്ലാ മെൻറ്റേഴ്സിനെയും അങ്ങോട്ട് പോയി കാണാൻ പറ്റും. എല്ലാവരോടും നമുക്ക് ആക്സസ് ഉണ്ട്. ഈവൻ ഹാരിസ് ഖാനോടും റിസ്വാനോടും വരെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. ഓർമ്മല്ലേ ക്ലാസ്സിൽ നടക്കുന്നതൊക്കെ? അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ
പിന്നെ നമുക്ക് തന്നെ പഠിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് മറ്റേ എന്താ പറയുക നമുക്ക് തന്നെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. എനിക്ക് എവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ള ഒരു മൈൻഡ് പകുതി എത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഒരിക്കൽ ആരിസ്ക്ക് വന്നിട്ട് എന്താ പറയുക നിങ്ങളെ ഇൽഹാം ഷാമില് പിന്നെ ഒരു സാഹചര്യ ഇല്ല ഇൽഹാമും ഷാമിൽ ഇവരൊക്കെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫീൽഡ് കയറിയല്ലുണ്ട് അറിയില്ലേ എന്തിനാ ഇൽഹാം ഇങ്ങനെ ലിങ്ക്ഡിനിൽ എങ്ങനെ ആരിസ് ഖാൻ്റെ ഫീൽഡിൽ കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒരു വാലിഡേഷൻ ഹാരിസ്ക്കൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനല്ലേ ഞാനൊരു സംഭവമാണ് അങ്ങനെ. നീ പറയും എന്താ എൻ്റെ പരിപാടി? ഏതെങ്കിലും MNCകളിൽ പണിക്കാരണം. ഞാൻ ഇവിടുത്തെ പ്ലേസ്മെന്റ്സ് എല്ലാം നല്ലോണം ഉപയോഗപ്പെടുത്തിയെന്ന് എനിക്ക് പറയാൻ കഴിയും. ചോദിക്കാൻ വിചാരിക്കണ്ടേന്നത് ഞാൻ ഡെയിലി സാറിൻ്റെ അടുത്ത് പോകും. സാറാ ഈ കമ്പനി ഉണ്ട്, എനിക്ക് ഈ കമ്പനിയിലെ പ്ലേസ്മെൻറ്റ് വേണം. അതായത് ഞാൻ സാറിനെ നല്ലോണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സാർക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജ് സാറാ ഈ കമ്പനി ഉണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ് കമ്പനി. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറേ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സാർ ഇങ്ങോട്ട് വന്നിട്ട് പറയും. പിന്നെ അങ്ങനെ ഞാൻ പണി കിട്ടും. സോഷ്യൽ മീഡിയ മാനേജർ ആണ്. കുറേ ഓപ്പണിങ്സ് അങ്ങനെ. പിന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് വന്നത് എൻട്രി ആപ്പിന്റെ ദിനം. അപ്പൊ എനിക്ക് ഭയങ്കര വലിയ എൻട്രി ആപ്പ് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണല്ലോ, എഡ്യൂക്കേഷൻ റിലേറ്റഡ്. എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും, ഞാൻ വിജയിക്കും. നീ ഇവിടുന്ന് പോയാൽ നമുക്ക് ഞങ്ങളൊക്കെ മിസ് ചെയ്യും.